കാലത്തെ പണിക്ക് വേണ്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ല. അത് ശരിയാണ്. ആ സുമേഷില്ലേ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങും പണിക്ക് പോണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അവിടെ കായലിന്റെ സൈഡിൽ നിന്ന് ചൂണ്ടിടലാണ് പരിപാടി. പിന്നല്ലാണ്ട് അവന്റെ അപ്പന്റെ അമ്മയുടെ കയ്യിൽ പൂത്ത കാശല്ലേ, പിന്നെ അവനെന്താ ചൂണ്ടിട്ട് നടന്നൂടെ? ഒരാഴ്ചയിലത്തെ പണി ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചേക്കണേ. ഒരാഴ്ചയിലത്തെ പണി ഉണ്ടായാ മതിയായിരുന്നു. ഇന്ന് വൈകുന്നേരം വേണം ഒന്ന് അർമാദിക്കാൻ. 1000 രൂപ എന്നാണ് തച്ച് പറഞ്ഞത്. പിന്നെ കാശ് മേടിച്ചെടുക്കാല. ഇന്ന് 500 രൂപ പറ്റാശ് മേടിക്കണം. എന്നിട്ട് വേണം ഒന്ന് അർമാദിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ സുമേഷ് ഇതായിരിക്കുന്നതാണ് കക്ഷി. ഇവൻ തന്നെ. എടാ സുമേഷേ, നീ ഇന്ന് പണിക്ക് പോണില്ലേ? എനിക്ക് ഒരാഴ്ചത്തെ പണി കിട്ടിയിട്ടുണ്ട്. നീ ഇങ്ങനെ ചൂണ്ടിട്ട് നടന്നവിടേട്ടാ. നിനക്ക് വീട്ടിലൊന്നും കൊടുക്കണ്ടല്ല, അതുകൊണ്ടല്ലേ ഞങ്ങക്ക് വീട്ടിൽ എന്തെങ്കിലും കൊടുക്കണം മോനെ. എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. നെട്ടൂരാണ്. എന്ത് പണിയാണ്? പെയിന്റിങ് പണിയാണ്. ഒരാഴ്ചത്തെ പണി. ഇതാരാണ്? കൂട്ടുകാരനാണ്? അതെ, എന്നെ പണിക്ക് വിളിച്ചാണ്. ഞാൻ രാവിലെ വന്ന് കുറച്ച് ചൂണ്ടിയിട്ടതാ. മീനൊന്നും കിട്ടിയില്ല. വൈകുന്നേരം ആവുമ്പോ കിട്ടുമായിരിക്കും. ഒരു 10,000-2000 രൂപയുടെ മീൻ പിടിക്കണം. കിട്ടും. നീ ഇവിടെ നിന്ന് ചൂണ്ടിട്ടിട്ടിരുന്ന ഞങ്ങ പോയി അവിടെ പോയിട്ട് ഒരയ്ക്ക പെയിന്റിങ് പണിക്ക്. ഞങ്ങ 1000 തച്ചും മേടിച്ചിട്ട് വരുമ്പോ നീ ചൂണ്ടിട്ടുണ്ടിരുന്നാ മതി ഇവിടെ. നിങ്ങൾക്ക് അതൊക്കെ പറ്റുള്ളൂ, എനിക്ക് പറ്റൂല. ഞാൻ നിങ്ങളവിടെ കിടന്ന് ഉരയ്ക്കണം. എനിക്ക് ഉരയ്ക്കണ്ട. ഞാനിന്ന് നല്ല സുഖമായിട്ടിരുന്ന് ഇവിടെ ഇരുന്ന് മീൻ പിടിക്കും 2000 രൂപയുടെ. അപ്പൊ കിട്ടും. അപ്പനമ്മയ്ക്കും കാശുണ്ടല്ലോ, പിന്നെ നിന്റെ ഭാര്യയ്ക്കും ജോലിയുണ്ട്, പിന്നെ നിനക്ക് ഇവിടെ നിന്നിട്ട് ചൂണ്ടിട്ടാ മതിയില്ല. ഞാൻ എന്തിനാണ് പണിക്ക് വന്നത്? എനിക്ക് പണിക്ക് വന്നതൊന്നും ഇഷ്ടമല്ല. നിനക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാം. നീ വൈകുന്നേരം ആവുമ്പോ കള്ള് ഷാപ്പിലേക്ക് കള്ളു പോന്നാണെന്ന് പറഞ്ഞോണ്ട് കൂടെ വരാൻ നിൽക്കരുത്. ഞാൻ വൈകുന്നേരം 500 പറ്റാശ് മേടിച്ചിട്ട് ഷാപ്പിൽ കയറി 2 അടിച്ചിട്ടാണ് വരുവല്ലേ കേട്ടാ. നീ നമ്മുടെ മുത്തല്ലേ, പോയിട്ട് വാ. ഇത് നമ്മുടെ പരിചയമുള്ള, നമ്മുടെ പരിചയത്തിലുള്ള ഒരു ഇക്കാണ് കേട്ടാ. 2 കമ്പനിക്കാരനാണ്. ഇടയ്ക്ക് ചൂണ്ടിടാൻ വരും. ഞങ്ങൾ 2 പേർക്കാണ് ഇപ്പൊ പണി പറഞ്ഞേക്കണേ. ഞങ്ങളവിടെ പോയി നോക്കിയിട്ട് പണി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ കേട്ടാ. കിട്ടും. എന്തായാലും പോയിട്ട് വാ, നമുക്ക് വൈകുന്നേരം കാണാം. ഇതിലെ തന്നെ വരണം കേട്ടാ. പറ്റും മേടിച്ച് അതിലെ പോരുത്. പുല്ലമുത്ത, നീ പോയിട്ട് ഇതുവഴി വാ. നമുക്ക് ഒരുമിച്ച് കള്ളി ഷാപ്പിൽ പോവാലാ. പോവാം. ഞാൻ വൈകുന്നേരം വരെ ഒന്ന് ചൂണ്ടിട്ട് നോക്കട്ടെ. ഒരു 10,000-2000 രൂപയുടെ മീൻ ഞാൻ ഒപ്പിക്കും. കിട്ടും. ആ പൈസയും കൊണ്ട് ഞാൻ നിനക്ക് 2 കുപ്പി കള്ള് മേടിച്ചു തരും. നടന്നത് തന്നെ. അന്നെ നീ പോയിട്ട് വാ, സമയം കളയണ്ട. ഓക്കെ, എന്നാ ശരി. അന്നെ ഞാൻ ചൂണ്ടയിടട്ടെ. എന്താണിക്കാ വല്ലതും കൊത്തിയാ? ബാമോനെ, നമുക്ക് പണിക്ക് പോവാ. അവൻ പണിക്കൊന്നും പോകുകയല്ല. അത് ശരി. ആ പെണ്ണുമ്പിള്ളയുടെ പാടാണത്. പെണ്ണുമ്പിള്ളക്ക് ജോലി ഉണ്ടല്ലോ, അപ്പൊ അവന് പണിക്ക് പോകേണ്ട ആവശ്യമില്ല. അവനിങ്ങനെ ചൂണ്ടിട്ട് കിടക്കാം. ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചൂണ്ടിടണേ. പണിയെടുക്കാതിരിക്കുന്ന ടീമാണ്. താല്പര്യമില്ല പണിയെടുക്കാൻ. ഇതിനൊക്കെ വെറുതെ രാവിലെ വൈകുന്നേരം വീട്ടുകാരുടെ കാശോട്ട് ഉണ്ണുകൊണ്ട് കിടക്കണേണ്. ഒരു പണിയെടുക്കാനുള്ള ഒരു ഇത് വേണ്ടവന്. അവനൊന്നും വേറെ പണിയില്ലേക്ക. വൈകുന്നേരം വരെ അവൻ പോയി പണിയെടുത്ത 1000 രൂപ. പിന്നെ എനിക്ക് കണ്ടവന്റെ വായിലിരിക്കണതൊന്നും കേൾക്കാൻ പറ്റിയല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ എനിക്ക് 1500 രൂപയുടെ ഒരു ചെമ്പല്ലിനെ കിട്ടിയ തീരാവുന്ന കാര്യമുള്ളൂ. 10,000-2000 രൂപ കയ്യിലിരിക്കും. വരെ അവൻ ചെയ്താലേ 1000 രൂപ അല്ലേ കിട്ടും. പിന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച 1800 രൂപ എനിക്ക്. ഇക്കാക്ക് ഒരു ചെമ്പല്ലിനെ കിട്ടിയതല്ലേ. അത് 2000 രൂപ വെച്ച് 1800 ആവും. ഞാനവനെ പല പ്രാവശ്യം വിളിച്ചതാണെന്ന്. വാടാ, അവിടെ വീട്ടിലിരിക്കേണ്ട ചൂണ്ടയിടാന്ന്. ഇവൻ ഇത് വല്ലപ്പോഴും ഒരു പണി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ പോയി അവിടെ കിടന്ന് ചൊരക്കട്ടെ. 1000 രൂപ കിട്ടിയ 500 കാർ ഷാപ്പിൽ കൊണ്ടേ കൊടുക്കുവൻ. എന്താണ് ഒരു വള്ളത്തിനെ പോലും കിട്ടണില്ലല്ലോ. ഇവിടെ നല്ല വെയില്. അതായത് എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം.
വീട്ടിൽ പോയി ചോറ് എന്നിട്ട് വന്നാലാ. എന്ത് പറയാനാണ്? സാധാരണ എത്ര മീൻ പിടിക്കുന്നതാണ് നമ്മൾ. വയ്യാണ്ടായി ഇവിടെ കൂടെ ഒന്ന് നോക്കിയിട്ട് വാങ്ങാം. വെയിലായോണ്ട് എന്താണിക്ക ഇവിടെ ഒന്നും കിട്ടണില്ലല്ല. അവിടെ നിന്ന് മാറി ഇവിടെ വന്നിരുന്നു. അയ്യോ അതല്ല, എനിക്ക് വലിയ നാണക്കേടാവും. അവൻ മടിയും കഴിഞ്ഞ് വരുമ്പോ. അവനെന്നെ പണിക്ക് കൂടി വിളിച്ചതാണേ, ഞാൻ പോയില്ല. കിട്ടിയില്ലേ? വല്ലപ്പോഴും ഒരു കൊത്തി അത് അപ്പൊ തന്നെ പോണേ. അല്ല, മീൻ കിട്ടാണ്ട് ഞാൻ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? അവൻ എന്റെ കൂട്ടുകാരോടൊക്കെ ചെന്ന് പറയും അവനെ പണിക്ക് വിളിച്ചിട്ട് വന്നില്ല. പക്ഷെ ദൈവമേ, വലിയ നാണക്കേടാവൂല്ല. കുഴപ്പമില്ല, നമുക്ക് മാറ്റി എവിടെയെങ്കിലും ഇട്ട് നോക്കാം. ഇടക്കിടക്ക് ഒരു കൊത്തണുണ്ട്, പക്ഷെ കിട്ടണില്ല. ഒരുപോലെ ഇരിക്കും. കൊണ്ടുവന്ന ചെമ്മീൻ മൊത്തം തീരാറായി. അവിടെ ഒന്നും രക്ഷയില്ലേക്ക്, അവിടെ ഭയങ്കര വെയിലാണ്. ആ, അവൻ വൈകുന്നേരം ഒരു ഗ്ലാസ് കള്ള് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ നാണക്കേടാണ് എനിക്കത്. നല്ല വിശപ്പുണ്ട്. കുറച്ചു നേരം വന്നു കഴിഞ്ഞിട്ടാല വീട്ടിൽ പോയി തിരിച്ചു ഓർന്ന് നിന്നിട്ട് വരാം. ആ, തലയിരിക്കണ പോലെ ഉണ്ടല്ലോ അവിടെ, നോക്കിയാലോ? ആശാനെ, ഇരിക്കണ അവന്മാരവിടെ. ആ, അവന്മാരെ അവിടെ നിന്ന് മാറി ഇങ്ങാട്ട് ഇരുന്ന അവന്മാർക്ക് ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവന്മാർക്ക് ചെമ്പല്ലിനെ പോയിട്ട് ഒരു പൂഞ്ഞാറ്റനെ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ചെമ്പല്ലിയുടെ ഏരിയയാണത്. ഞാൻ ഡെയിലി കാണണല്ലേ. എടാ സുമേഷ്, നീ ഇവിടെ ഇരിക്കണാണാ? ഞാൻ കരുതിച്ചേ വീട്ടിൽ പോയെന്ന്. നീ വല്ല പറ്റാണല്ല, പോയി കള്ളുഷാപ്പിൽ പോയി മോന്തിയല്ലേ. പിന്നെ എനിക്ക് പറ്റാശ കിട്ടിയില്ലേ? നീ എന്താണ് പറഞ്ഞത് രാവിലെ പോയപ്പോ? എന്നെ കൂട്ടിയിട്ട് പോവാന്നല്ല. നീ സ്ഥലം മാറിയത് എനിക്കറിയില്ലല്ല. നീ ചെയ്തത് ശരിയായില്ല കേട്ടാ. നാളെ എനിക്ക് മീൻ കിട്ടും. ഞാനത് വിറ്റിട്ട് വന്ന് കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിക്കുമ്പോ എടാ ഒരു ഗ്ലാസ് താന്ന് എന്നോട് പറയരുത്. നിന്നെ മര്യാദയ്ക്കാൻ വിളിച്ചാൽ ഞാൻ തരികല. നിന്നെ മര്യാദയ്ക്കാൻ വിളിച്ചല്ലേ പണിക്ക്? എനിക്ക് പറഞ്ഞ മനസ്സിലായ? ഒരു തുള്ളി ഞാൻ തരികല. ഇക്കാക്കറിയാവാ, ഇവൻ എന്റെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരനാണ്. എന്നിട്ടാണ് ഇവൻ എന്നോട് ഈ പണി കാണിച്ചത്. ഞങ്ങൾ ഒരേ വായിൽ കിടന്ന് ഒരേ പാത്രത്തിൽ ചോറുന്ന് ഒരേ വീട്ടിൽ കിടന്നുറങ്ങിയവരാണ്. എന്റെ തൊട്ടടുത്ത വീടാണ് എന്റെ. ഒരു തുള്ളി എനിക്ക് അവൻ മേടിച്ചു തന്നേല. ഞാൻ മര്യാദയ്ക്ക് നിന്റെ പണിക്ക് വിളിച്ചല്ലേടാ. എടാ, നിനക്കറിയാമേലെ ഞാൻ പണിയെടുത്ത് തിന്നൂലാന്ന്. എനിക്ക് ചൂണ്ടയിട്ട പൈസ കിട്ടൂലേ? ഇന്ന് മീൻ കിട്ടിയില്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും. നാളെ കിട്ടിയില്ലെങ്കിൽ മറ്റന്നാ പിടിക്കും. ഞാൻ പൈസ ഉണ്ടാക്കും. കിട്ടും. പറയണേ. എടാ, ഞാൻ പൈസ ഉണ്ടാക്കി നിനക്ക് ഞാൻ കള്ള് മേടിച്ച് തന്നിട്ടില്ലേ? അപ്പൊ നീ മോന്തിയിട്ടില്ലേ? അത് വല്ല കാലത്തല്ലേടാ. എന്തായാലും നീ മോന്തിയിട്ടില്ലേ? അതുപോലെ എനിക്കും വല്ലപ്പോഴും മേടിച്ചു തരണം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രാവിലെ, എടാ തിരിച്ചു പോകുമ്പോ എന്നെയും കൂട്ടിയിട്ട് പോണോന്ന്. നീ പോയാ? അത് മോശമായി പോയി. ആ, ചെല്ല്, നിന്റെ കൂട്ടുകാരന്റെ കൂടെ പൊയ്ക്കോ നീ. എന്നോട് രണ്ട് വർത്താനം പറയട്ടെ. നാളെ ഞാൻ നേരത്തെ ഇവിടെ വരും. മര്യാദയ്ക്ക് എൻ്റെ കൂടെ പണിക്ക് വന്നോളൂ. എന്നിട്ട് ഞാൻ കള്ളും കുടിച്ചു വന്നു കഴിയുമ്പോ നീ ഒരു തരി വർത്താനം എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത് കേട്ടാ. പറഞ്ഞു മനസ്സിലാക്കിയ? കുഴപ്പമില്ല.
അവൻ എന്നെ പണിക്ക് കൊണ്ടുപോകാൻ നടക്കണം. ഞാൻ ജീവിതത്തിലാകെ 2 പണിക്ക് പോയിട്ടുള്ളൂ. അവനറിയത്തില്ല. എന്റെ ഭാര്യ പണിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് പണിക്ക് പോകുന്നത്? 2 പേരും ഒരു വീട്ടിൽ പണിക്ക് പോകാൻ പാടില്ലെന്നാണ് സർക്കാർ പറഞ്ഞേക്കുന്നത്. അത് മോശമല്ലേ, 2 പേരോടെ പോയിരുന്നാൽ പിന്നെ ഇവിടെ ഉള്ള മീനൊക്കെ ആര് ഇടിച്ചു തീർക്കും? ആര് കഴിഞ്ഞതെല്ലാം കൂടെ കൊണ്ടുപോകണം. ഇവന് വല്ലതും അറിയാവോ? കഴുത പോയ അവൻ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ആള് പാവോണ് കേട്ട.